ബെഥെസ്ദ എന്ന കുളത്തിനടുത്ത് ഒരു രോഗി കിടന്നിട്ട് പറയുന്നൊരു പദമുണ്ട്, യജമാനനെ എനിക്ക് ആരും ഇല്ല, എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഇല്ല. അതായത് എന്നെ ഒന്ന് സഹായിക്കുവാൻ എനിക്ക് ആരുമില്ല. ആ ഒരു സ്ഥലത്തെ വിടുതലുകൾ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിയാണ്. കുളം കലക്കുമ്പോൾ, ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ കുളത്തിനകത്തേക്ക് ഇറങ്ങുന്ന രോഗി ആരാണോ അവന് സൗഖ്യം പ്രാപിക്കും. എന്നാൽ ചില നാളുകളായിട്ട് എല്ലാവരാലും ഒറ്റപ്പെട്ട, ആരുമൊന്ന് റെക്കമെൻഡ് പോലും ചെയ്യാതെ, അല്ലെ ആരുമൊന്ന് ഹെൽപ്പ് പോലും ചെയ്യാതെ എല്ലാവരാലും ഒറ്റപ്പെട്ട ഒരു രോഗി വർഷങ്ങളായിട്ട് ഈ കുളത്തിന്റെ കരയിൽ ഇരിക്കുകയാണ്. പലവട്ടം ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടെങ്കിലും തനിക്കതിന് സാധിക്കുന്നില്ല. കാരണം തൻ്റെ ശരീരത്തിന്റെ രോഗം അതിന് അനുവദിക്കത്തില്ല. വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓരോ തവണയും മറ്റുള്ള ആരെങ്കിലുമൊക്കെ വിടുതൽ പ്രാപിച്ചു മടങ്ങിപ്പോകുമ്പോൾ വളരെ വേദനയോടെ നോക്കിയിരിക്കുന്ന ഈ രോഗി ഒരു ദിവസം യേശു കർത്താവിന്റെ വരവില്, യേശു കർത്താവ് വരുന്നെന്നറിഞ്ഞപ്പോൾ, യേശു അതിലെ വന്നെന്നറിഞ്ഞപ്പോൾ പറഞ്ഞൊരു പദമാണ്, എന്നെ സഹായിക്കുവാൻ എനിക്ക് ആരുമില്ല. എത്രയോ തവണ നമ്മളെല്ലാവരും ആ ഒരു പദം പറഞ്ഞു കഴിഞ്ഞു, എന്നെ സഹായിപ്പാൻ എനിക്കാരുമില്ലെന്ന്. ഒരു പക്ഷെ നീ കൂടെയുണ്ടാകുമെന്ന് ചിന്തിച്ചവര്, നീ കൂടെ കാണുമെന്ന് കരുതിയവര്, നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് കരുതിയവര്, കരം പിടിച്ച് നിന്നെ കുളത്തിലേക്ക് ആക്കുമെന്ന് നീ ചിന്തിച്ചവരൊക്കെ മാറിപ്പോയപ്പോൾ നിന്നെ വിടിവിപ്പാനുള്ളവന്റെ കരത്തില് നിന്റെ പ്രയാസത്തെ ഒന്ന് കൊടുക്കുന്നെങ്കിൽ, നിന്റെ വേദനയൊന്ന് കൊടുക്കുന്നെങ്കിൽ ഡിഫറന്റ് ആയ ഒരു വിടുതൽ നൽകി നിന്നെ തമ്പുരാൻ ആ പട്ടണത്തിനകത്ത് മാനിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? കുളത്തിൽ എല്ലാ രോഗികളും ഇറങ്ങി സൗഖ്യം പ്രാപിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു വിടുതൽ നൽകി നിന്നെ തമ്പുരാൻ പുറത്തു കൊണ്ടുവരിക. ഒറ്റ പദം പറഞ്ഞാൽ മതി, എന്നെ സഹായിക്കുവാൻ എനിക്കാരുമില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പലപ്പോഴും നമ്മൾ എല്ലാവരും ആരിൽ ആശ്രയിക്കുന്നത്? മനുഷ്യരിൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ആ മനുഷ്യരിലുള്ള ആശ്രയം നഷ്ടമായി പോകുമ്പോൾ ഭാരമുണ്ടാകുന്നത്, പ്രയാസമുണ്ടാകുന്നത്, എനിക്കാരുമില്ലെന്ന് ചിന്തിക്കുന്നത്. ഇന്ന് രാത്രി അങ്ങനെയെങ്കിലും ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ട്. നീ ആരുമില്ലെന്ന് പറയുമ്പോൾ, കുഞ്ഞെ സാരമില്ല, നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് നിന്നെ ചേർത്ത് പിടിച്ച് നിന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുള്ളത് കൊണ്ട് ആ ദൈവത്തിലൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ, ആ ദൈവത്തോടൊന്ന് പറയാൻ പറ്റുന്നെങ്കിൽ നിനക്ക് വിടുതൽ ഉറപ്പാ. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്നത് എങ്ങനാ? മനുഷ്യനോടാ പറയുന്നത്. ആ മനുഷ്യരുടെ അടുത്താ നമ്മൾ സഹായത്തിനായി ചെല്ലുന്നത്, അവരോടാ നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നത്. പലരും സഹായിക്കാമെന്ന് പറയും, പിന്നത്തേതിൽ അവർ മാറിപ്പോകും. പക്ഷെ മാറിപ്പോകാത്തൊരു ദൈവം, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം, നിന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം, നിനക്ക് വിടുതൽ നൽകുന്ന ഒരു ദൈവം. ഇനി നിന്റെ കിടക്കയും കൊണ്ട് നീ ഇവിടെ കിടക്കണ്ട. ഇനി നിന്റെ കിടക്കയായിട്ട് നീ ഇവിടെ കിടക്കണ്ട. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ പട്ടണത്തിനകത്ത് നീ തല ഉയർത്തി നിൽക്കാൻ പോകുകയാ. നീ തല ഉയർത്തി നടക്കാൻ പോകുകയാ. നീ തുള്ളിയും ചാടിയും കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോകുകയാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, മനുഷ്യന്റെ കണ്ണിലേക്കുള്ള നോട്ടം മാറ്റിയിട്ട് സ്വർഗത്തിന്റെ കണ്ണിലേക്ക് നോക്കുന്നെങ്കിൽ നിന്റെ കിടക്ക എന്റെ ദൈവം മാറ്റി വിരിക്കാൻ തുടങ്ങുകയാ.
രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പലപ്പോഴും മനുഷ്യരിൽ ആശ്രയിച്ച് ഹല്ലേലൂയ ഒറ്റപ്പെട്ടു പോയി മാറിയിരുന്ന് കരയുന്ന, ഒറ്റയ്ക്കായിപ്പോയ, സങ്കടത്തിലായിപ്പോയ ആരെ നോക്കി ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാ, യഹോവയിലൊന്ന് ആശ്രയിക്ക്, യഹോവയിലൊന്ന് ആശ്രയിക്ക്. നിന്നെ കൈവിടാത്ത അപ്പന്റെ സ്നേഹം, നിന്നെ കരുതുന്ന ഒരു അപ്പന്റെ സ്നേഹം, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പന്റെ സ്നേഹം, നിനക്ക് സൗഖ്യം നൽകുന്ന ഒരു അപ്പന്റെ സ്നേഹം. ഹല്ലേലൂയ. ആ സ്നേഹം നിന്നോട് ചേർന്ന് നടക്കാൻ ഇന്ന് രാത്രി കൊതിക്കുകയാ. ഹല്ലേലൂയ. ആ സ്നേഹം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. ഹല്ലേലൂയ. നീ ഒന്ന് പറഞ്ഞാ മതി, എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ലെന്നൊന്ന് പറഞ്ഞാ മതി. ആ സ്നേഹം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. നിന്റെ ഒരു വാക്കിന് വേണ്ടി ഇന്ന് രാത്രി വെയിറ്റ് ചെയ്യുകയാ. ഹല്ലേലൂയ. എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നൊന്ന് പറയൂ. മോനെ നിനക്ക് ഞാനുണ്ട്, മോനെ നിനക്ക് ഞാനുണ്ട്. ഹല്ലേലൂയ. ആരും നിനക്കില്ലെങ്കിലും നീ ഭാരപ്പെടണ്ട, നിനക്ക് ഞാനുണ്ട്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ആരെയും നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, നിനക്ക് കർത്താവുണ്ട്. ആരുമില്ലെന്ന് ഭാരപ്പെട്ട്, ആരുമാ ഇല്ലെന്ന് ഹല്ലേലൂയ പറഞ്ഞ് ഒറ്റപ്പെട്ടു പോയി ആരെയോ നോക്കി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിനക്കൊരു ഉടയവനുണ്ട്, നിനക്കൊരു കർത്താവുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്, നിനക്ക് സൗഖ്യം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലൊന്ന് ആശ്രയിക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ, നിനക്ക് സൗഖ്യം ഉറപ്പാണ്, നിനക്ക് വിടുതൽ ഉറപ്പാണ്. ഹല്ലേലൂയ. വർഷങ്ങളായില്ലേ ഇതിന്റെ ചോട്ടിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? നിന്നേക്കാൾ മുമ്പിൽ വന്നവർ, പിൻപിൽ വന്നവരൊക്കെ സൗഖ്യം പ്രാപിച്ചു മടങ്ങിപ്പോയിട്ടു ഹല്ലേലൂയ നിനക്കതിന് കഴിയാതെ നീ ഭാരപ്പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ? നിന്നോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ തമ്പുരാൻ നിന്നെ സൗഖ്യമാക്കാൻ റെഡിയാണ്. ചില പ്രയാസങ്ങളിൽപ്പെട്ട്, ചില ഭാരങ്ങളിൽപ്പെട്ട്, ചില നിരാശകളിൽപ്പെട്ട് ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുന്ന ആരെയോ നോക്കി ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ, ഹല്ലേലൂയ അപ്പന്റെ കരത്തിലോട്ട് നിന്റെ വിഷയത്തെ കൊടുക്ക്. തമ്പുരാൻ നിനക്ക് വേണ്ടി വലിയവ ചെയ്യും, തമ്പുരാൻ നിനക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. ആരും കരുതിയില്ലെങ്കിലോ, മനുഷ്യൻ കരുതിയില്ലെങ്കിലോ, കൂടെയുള്ളവർ കരുതിയില്ലെങ്കിലോ, നാട്ടുകാർ കരുതിയില്ലെങ്കിലോ, വീട്ടുകാർ കരുതിയില്ലെങ്കിലോ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ആ ദൈവം നിന്നെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആ ദൈവം നിന്നെ നടത്തുവാൻ ശക്തനാ. കർത്താവ് വിടുതൽ തന്നാൽ ഹല്ലേലൂയ നീ തുള്ളിയും ചാടിയും കർത്താവിനെ മഹത്വപ്പെടുത്തും. നിന്റെ രോഗം പിന്നെ നിന്റെ ശരീരത്തിൽ കാണത്തില്ല. ഇതുവരെ നീ ഹല്ലേലൂയ പിടിച്ചുകൊണ്ട് കിടന്നയാ കിടക്കയില്ലേ, നീ കിടന്നയാ കിടക്കയില്ലേ, അത് നിന്റെ ജീവിതത്തിൽ പിന്നെ നീ ചുമക്കേണ്ടി വരത്തില്ലെന്ന്. ഇന്നലെ വരെ നീ അത് കെട്ടിപ്പിടിച്ചാ കിടന്നത്, അതിനകത്ത് നിന്റെ ജീവിതം തീർത്തത്. ഹല്ലേലൂയ. സ്വർഗം പറഞ്ഞു അതിനെ മാറ്റിവെക്കാൻ ടൈമായി, അതിനെ മാറ്റിവെക്കാൻ ടൈമായി. ഹല്ലേലൂയ. അതിനെ കളയാൻ സമയമായി. ലോകം തന്ന കിടപ്പ് ഹല്ലേലൂയ നിന്റെ ആ അവസ്ഥ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ടൈമായി. നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സാന്നിധ്യം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുകയാ. ഹല്ലേലൂയ. എത്രയോ തവണ പറഞ്ഞ അപ്പാ എനിക്ക് ആരുമില്ലെന്ന്, കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ നോക്കി പറയുന്നു, നിനക്ക് ഞാനുണ്ട്, നിനക്ക് ഞാനുണ്ട്. ഹല്ലേലൂയ. നീ ഒരനാഥനല്ല, നീ ഒരനാഥനല്ല, നിനക്കൊരപ്പനുണ്ട്. നീ ഒരനാഥനല്ല, നിനക്കൊരപ്പനുണ്ട്. ആ അപ്പന്റെ കരത്തിലോട്ട് നിന്റെ വിഷയം കൊടുത്താൽ